ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ നാടുകാണി പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. തമിഴ്നാട്ടിലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നാടുകാണി. കൂടല്ലൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കും അതുപോലെ തന്നെ വയനാട് ആ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എല്ലാം വഴിക്കടവ് ആ ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് നാടുകാണി. ഒരു ജംഗ്ഷൻ കൂടെ പറയാം. അത് ആ ജംഗ്ഷനിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ കൂടല്ലൂർ വഴി അങ്ങനെ ഊട്ടി ആ സൈഡിലേക്കും പോകാം, ഒരു വഴി അങ്ങനെ തിരിച്ചു പോകുമ്പോൾ കേരള ബോർഡറിലേക്കും പോവാം. രണ്ട് വഴി കേരളത്തിലേക്ക് പോകുന്ന ഒന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്കും പോവാം, ഒന്ന് വയനാട് ഡിസ്ട്രിക്റ്റിലേക്കും പോവാം. മറ്റൊരു റൂട്ട് എന്നുള്ളത് കർണാടക അങ്ങനെ പോവാം. അങ്ങനെ ഒരു ജംഗ്ഷൻ കൂടിയാണ് ഈ നാടുകാണി എന്ന സ്ഥലം. വളരെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒക്കെ മുകൾ ഭാഗങ്ങളിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അവരുടെ വീടുകളൊന്നും ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. ടൗണുകൾ മാത്രമാണ് കുറച്ച്, അതും ചെറിയൊരു ടൗൺ ആയിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുറച്ച് കുറഞ്ഞ ഇതിന് ഒരു 10 വർഷം മുമ്പൊക്കെ ഇതിലേറെ വളരെ കുറവായിരുന്നു. വളരെ വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒരു കടകളും ഷോപ്പുകളും അതുപോലെ തന്നെ ബേക്കറികളും പിന്നെ ടെക്സ്റ്റൈൽസുകളൊക്കെ ഒന്ന് ഡെവലപ്പായിട്ട് വരുന്നത്. ഒരുപാട് ആളുകൾ വന്ന് ചേരുന്ന സ്ഥലമാണെങ്കിൽ പോലും വലിയൊരു ടൗണിൻ്റെ ഒരു അന്തരീക്ഷം ഇല്ല ഇവിടെ. എപ്പോഴും ഒരു വലിയ ടൗണിൻ്റെ ആളുകൾ കൂടി നിൽക്കുന്ന പോലെ, ആളുകൾ സംസാരിക്കുന്ന പോലെ, കൂട്ടം കൂടി നിൽക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇവിടെ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും വരും, ജസ്റ്റ് വന്നിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ബസ് വന്നാൽ അതിൽ കയറിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ജസ്റ്റ് വലിയൊരു പാർക്ക് പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ളതേക്കും അങ്ങനത്തെ വലിയൊരു ഗ്രാൻഡായ ഒരു ടൗണൊന്നും അല്ല ഇത് നമുക്ക് നാടുകാണി കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ പോലും അവിടെ കുറഞ്ഞ ആളുകൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അത്ര മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം വഴിക്കടവൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ വന്നിട്ടാണ് ആളുകൾ വെയിറ്റ് ചെയ്തിട്ട് കൂടല്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുണ്ട്, തമിഴ്നാട് ബസ്സുണ്ട്, കേരള ബസ്സുണ്ട്, കർണാടക ബസ്, അങ്ങനെ ബസ്സുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല ഇവിടുന്ന് വഴിക്കടവിലേക്ക് പോകാൻ. ആദ്യം ടാക്സിക്കാർ ജീപ്പുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വന്നിട്ട് ജീപ്പുകാർക്ക് വളരെ കുറവാണ്. കാരണം അവരുടെ ചാർജ് ഇപ്പോൾ ആദ്യത്തിലേറെ ഡബിളായിട്ടാണ് ഉള്ളത്. എന്തെങ്കിലും ഈ കൊറോണ സമയം വന്ന സമയങ്ങളിലൊക്കെ ബസ്സുകാരൊക്കെ ബാൻ ചെയ്ത ബസ്സുകളൊക്കെ നിർത്തിയിട്ട സമയങ്ങളിൽ ആകെപ്പാടുണ്ടായിരുന്ന ഒരു ആശ്രയം ജീപ്പുകാരായിരുന്നു. അവർ വന്നിട്ട് നമുക്കൊരു ഹെൽപ്പായിരുന്നു അവിടേക്ക് പോകുന്ന സമയത്തും. ഇവിടുന്ന് ജസ്റ്റ് ജീപ്പുകാർ ആ കൊറോണ സമയത്ത് ജീപ്പിൽ നിന്ന് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ നമ്മൾ ബോർഡർ വരെ പോകും, തമിഴ്നാട് ബോർഡർ വരെ പോകും. അവിടെ നിന്ന് പിന്നെ ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പിൽ നിന്നാണ് പിന്നെ വഴിക്കടവ് പോയിരുന്നത്. അങ്ങനെ വളരെ ഒരു സുന്ദരമായ ഒരു സ്ഥലമാണ് നാടുകാണി. ഇവിടെ നിന്ന് വഴിക്കടവൊക്കെ പോകുന്ന വഴി കാണുന്നുണ്ടെങ്കിൽ തന്നെ വളരെ രണ്ട് സൈഡും കാടുകളും മലകളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. അതിൻ്റെ നടുവിലൂടെയാണ് റോഡ് പോകുന്നത്. നല്ല കാഴ്ചയാണ്. ബൈക്കും അതുപോലെ കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഒന്ന് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ആക്കുമ്പോൾ റിലാക്സ് ചെയ്തിട്ട് പോവാം. അത്രയും നല്ല വിഷ്വൽസാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ആളുകൾ പോകുന്ന വഴി തന്നെ ആളുകൾ പാർക്കിംഗ് ചെയ്ത് ടൂറിസ്റ്റുകാരുണ്ടാവും, അതുപോലെ ഫാമിലി ടൂറിസ്റ്റ് ഉണ്ടാവും, സ്കൂൾ ടൂറ്, കോളേജ് ടൂറ്, അങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് നേരം വന്ന് അവർക്ക് എന്തെങ്കിലും ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ടാണ് പിന്നെയാണ് ഇവിടെ നിന്ന് താഴേക്ക് വഴിക്കടവ് അല്ലാന്നുണ്ടെങ്കിൽ വഴിക്കടവ് നിന്ന് മേലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂർ ആ സൈഡിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ അതിനൊക്കെ പറ്റിയൊരു അവസരം കൂടിയാണ് ഈ സ്ഥലം എന്നുള്ളത്. പോകുന്ന വഴി തന്നെ മൃഗങ്ങൾ രാത്രി സമയങ്ങളൊക്കെ പോകുന്നത് മാക്സിമം ഒഴിവാക്കുന്നതാണ് ബെറ്റർ. കാരണം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന വളരെ ഡേഞ്ചറായ സ്ഥലം കൂടിയാണ് ഇത്. ആനകൾ, പുലികൾ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ കൊണ്ടുള്ള വലിയ ശല്യം ആണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആ കാര്യത്തിൽ ഇടപെടത്തില്ല. അവർ ഒക്കെ ആനയാണോ പോകുന്നത്, അവർക്കൊരു കുഴപ്പമില്ല. നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് വേണം ഇവിടെ നിന്നും പോകാൻ. ബൈക്കിലും അതുപോലെ നമ്മൾ പേഴ്സണൽ പ്രൈവറ്റ് വണ്ടിയിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.